എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്, ഓണം സ്പെഷ്യൽ. നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 150 ഗ്രാം കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത്, 150 ഗ്രാം ചേന ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചത്, 150 ഗ്രാം കുമ്പളങ്ങ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചത്, ഒരു തേങ്ങ ചിരകി വെച്ചത്, 3 അച്ച് വെല്ലം, ജീരകം, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, കറിവേപ്പില. ഇനി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ചേനയും കുമ്പളങ്ങയും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. ഈ 3 വിഭവങ്ങളും ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം നമ്മളൊരു മിക്സിയുടെ ജാറിൽ തേങ്ങയുടെ പകുതി ചിരകിയതെടുത്ത് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മയത്തിൽ അരച്ചു വയ്ക്കണം. ഇനി നമ്മുടെ കഷ്ണങ്ങൾ വെന്തു എന്ന് നോക്കാം. അപ്പോൾ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഈ ശർക്കര ഉരുകുന്നത് വരെ ഒന്ന് വേവിക്കാം. ശർക്കര ഉരുകി ഈ കഷ്ണങ്ങളിലെല്ലാം പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര ഉരുകി കഷ്ണങ്ങളിലെല്ലാം പിടിച്ചിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഈ അരപ്പ് കഷ്ണങ്ങളിലെല്ലാം ചേർന്ന് യോജിച്ച് വരുന്ന വിധം ഇളക്കി കൊടുക്കുക. എന്ന് നമുക്ക് കുറുകാനായിട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ അത് കുറുകി വന്നിരിക്കും. നല്ലവണ്ണം കുറുകി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകം 1 ടീസ്പൂൺ കടുകും ഇട്ടുകൊടുത്ത് വഴറ്റണം. കടുകും ജീരകവും പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് വഴറ്റുക. 3 നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ ബാക്കി നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ടുകൊടുത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. നല്ല ചുവക്കെ വറുത്ത് വരണം. തേങ്ങ വെളിച്ചെണ്ണയിൽ വറുത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. അത് ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ചുവക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറി കുറുകി നല്ല പാകത്തിൽ വന്നിട്ടുണ്ട്. ഈ തേങ്ങ മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കൂട്ടുകറി തയ്യാറായി. വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ്. ഈ ഓണത്തിന് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. നല്ല രസമായിരിക്കും. നമ്മുടെ കൂട്ടുകറി തയ്യാറായി. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓണം ആഘോഷങ്ങളൊന്നും ഇല്ലാന്നറിയാം. എന്നാലും കേരളീയർക്ക് ഓണസദ്യ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ ഈ വരുന്ന ഓണത്തിന് നിങ്ങളും ഈ കറി ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ.